Hey guys, welcome back to my YouTube channel. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതാ ഇപ്പൊ കണ്ട രണ്ടുപേരുടെ കൂടെയാണ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയത്. ഇതില് റിഞ്ചുവിന്, അതായത് ആ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പറഞ്ഞ ആൾക്ക് ഒരു ലെൻസ് മേടിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ കയറി. അവിടെ ഡ്രസ് കളക്ഷൻസ് മാത്രമല്ല, അതിനപ്പുറം കുറേ കമ്മലിൻ്റെയും കുറേ ആക്സസറീസിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട്. ലുലു സാരീസ് ആണ് ആ കടയുടെ പേര്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. റിഞ്ചു ആണെങ്കിൽ എപ്പോൾ എൻ്റെ ഫോണും ക്യാമറയും കണ്ടാലും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, എൻ്റെ അമ്മ വിളിച്ചാണ്. നല്ല സുഖമാണ്, ചായയൊക്കെ കുടിച്ചില്ലേ. നമ്മുടെ പൊരിഞ്ഞ വെയിലും കൊണ്ട് ചത്ത് ഇതാണ്ട് ഡാൻഡ്രഫ് അടിച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജയമോൾ മിസ് ഉണ്ടായിരുന്നുകൊണ്ട് ഫുഡിനൊന്നും യാതൊരു കുറവുമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ കിഴിപ്പൊറോട്ടയാണ് കഴിച്ചത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കിഴിപ്പൊറോട്ട കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ കടയിൽ നിന്ന് ലെൻസൊക്കെ മേടിച്ചിട്ട് അത് കണ്ണി വെക്കണമല്ലോ, അതിൻ്റെ പരാക്രമങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈ ഫെയിലായി, സെക്കൻഡ് ട്രൈ ഫെയിലായി, അവസാനം കുറേ തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ഇതൊന്ന് കണ്ണിൽ വെച്ചത്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ ആ സാധനം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇതൊന്നും അല്ലല്ലോ, കലോത്സവത്തിനാണല്ലോ നമ്മൾ വന്നത്. പിന്നെ കലോത്സവത്തിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോയി. കണ്ണൂരിലുള്ള SN കോളേജിലായിരുന്നു കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നേ. ഉള്ളിൽ അവർ കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കുന്നത്. കുറേ ആർട്ട് വർക്കുകളും കുറേ പെയിൻറ്റിങ്സും കുറേ പോസ്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഇതാണ് ജോഹാൻ ചേട്ടൻ. ആൾ ഞങ്ങളുടെ ടീമിലെ ബേസിസ്റ്റാണ്. 2 കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിക്കുക. ഇതൊരു ബുദ്ധൻ്റെ തലയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് എവിടം കൊണ്ടോ ഒരു ബുദ്ധനെ പോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പോയതായിരുന്നു. ഒരുപാട് നേരം അവിടെ പോയിരുന്നു. അവസാനം എൻ്റെ പേര് വിളിച്ചു. ഇവിടെ സ്റ്റേ ആണ് ഗൈസ്. നമ്മുടെ അവരൊക്കെ നോക്കി ചിരിക്കുന്നു. ഞാൻ വ്ളോഗറൊന്നുമില്ല, എനിക്ക് ജലദോഷം പിടിച്ച് ഗൈസ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല, ചത്തിട്ടാണ്. ഞങ്ങൾ യക്ഷിനാടകം കണ്ടിട്ട് നമ്മൾ വരാം. ബൈ. ഓക്കെ, ബൈ. അവർ യക്ഷനാടകം കണ്ടിട്ട് വരുന്നതിന് മുന്നേ ഞാൻ പാട്ടൊക്കെ പാടി എൻ്റെ പാട്ടിന് പോയി. അല്ലെങ്കിലും ഈ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പോയിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കുറച്ചധികം കഴിവ് വേണം. അത്രയും കഴിവ് എനിക്കില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ണൂരിക്കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരു മന്തിക്കട തപ്പിയാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. പക്ഷേ കണ്ണൂരിക്കൂടെ ഒരു 2 ട്രിപ്പ് മുഴുവൻ നടന്നിട്ട് ഞങ്ങൾക്ക് മന്തിക്കട കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഈ നസർ മന്തിയിലെത്തി. നെസർ എന്നാണത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. കണ്ണൂർ ടൗണിൽ മന്തിക്കട ഇല്ലേന്ന് അന്വേഷിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് നടന്നിട്ട് അവസാനം ഞങ്ങൾ എത്തിയത് ഏറ്റവും നല്ല മന്തിക്കടയിലാണ്. പിന്നെ എനിക്ക് കിട്ടിയ പ്ലേറ്റിൽ 2 കുത്തുണ്ടായിരുന്നു, അത് അതിൽ തന്നെ ഉള്ളതായിരുന്നു. എനിക്കാണെങ്കിൽ ഈ എവിടെയെങ്കിലും കുത്തും കോമയും കണ്ടാൽ ഈ മാന്തി നോക്കുന്ന സ്വഭാവമുണ്ട്. ഞാനത് മുഴുവൻ മാന്തി നോക്കി, പക്ഷെ അത് പോകുന്നില്ല, അത് അതിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി മന്തി കഴിക്കാനിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ക്യാമറ കാണുമ്പോൾ മിസ് പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. നസർ മന്തിയിലെ മന്തി ഇത്രയും നല്ലതാണെന്ന് അറിയാതെയാണ് ആക്ച്വലി അവിടെ കയറിയത്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ഫ്രഷ് ഫുഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഒട്ടും പഴകിയതല്ല, ഒട്ടും ഒരു തരത്തിലുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. ഈവനിങ് ആയിട്ട് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് തന്നെ. പക്ഷെ എന്നിട്ട് നല്ല ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ആരെങ്കിലും കണ്ണൂർ പോകുന്നുണ്ടെങ്കിൽ മന്തി കഴിക്കാൻ തോന്നിയാൽ അവിടെ തന്നെ കയറണം. ഓക്കെ, അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു. തളിപ്പറമ്പ് വരെ മിസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. എൻ്റെ അറിവിൽ പയ്യന്നൂർ എന്നുള്ള ലാസ്റ്റ് ബസ്സിനാണ് ഞാൻ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ കൂടെ ഒരു കുഞ്ഞിക്ക ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ആൾ നല്ലൊരു ക്യൂട്ട് ബേബി ആയിരുന്നു. എൻ്റെ കൂടെ കുറേ നേരം കളിച്ചു.
പിന്നെ ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തിയത് രാത്രി ഒരു 9:30 ആ സമയത്താണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ.